ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CKC ചെട്ടിയാരെ അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ എന്തായാലും 100% എന്നെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, നീ ഇവരുടെ പേരിൽ ഈ ഒരു ഭൂമി എഴുതി കൊടുത്ത നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾക്ക് വെള്ള പൊതിപ്പിച്ച് കിടത്തുന്നതേ നീ കാണുള്ളൂ. അവളെ ചുറ്റി ഇപ്പോൾ തോക്കും ചൂണ്ടി എൻ്റെ ആളുകൾ അവിടെ നിൽപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ നിധിയുടെ മുന്നിൽ വെച്ച് പറയട്ടെ. ഇതൊക്കെ കേട്ട് വസുന്ധരയും ഞെട്ടി നിൽക്കുകയാണ്. വസുന്ധരയ്ക്കും വലിയൊരു പുഞ്ചിരി തന്നെ ആവട്ടെ. എനിക്ക് ആ ഭൂമി കിട്ടുമെന്ന പ്രതീക്ഷയാണ് വസുന്ധരയുടെ ഉള്ളിലുള്ളത് കേട്ടോ. അങ്ങനെ വസുന്ധര ഇങ്ങനെ നിൽക്കുമ്പോൾ നിധി പറയാണ്, അതെ നിങ്ങളോട് മാത്രമേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് CKCയോട് പറയണം. അപ്പോൾ CKC ചോദിക്കുകയാണ്, എന്താണ് എനിക്ക് എന്നോട് പറയാനുണ്ട്? അപ്പോഴേക്കും അത് കേട്ട ഉടനെ തന്നെ പറയാണ്, വസുന്ധര ഇവൾക്ക് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് ആ ഭൂമി എനിക്ക് വിട്ടു തരണമെന്ന് പറയാനായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത്. അത് കേൾക്കുന്ന നിധി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി ഇയാളെ വിളിച്ചു കൊണ്ടുപോകണം കേട്ടോ CKCയെ. അങ്ങനെ CKC പറയണേ, എന്നാൽ നേരം വൈകിക്കേണ്ട, രജിസ്ട്രാർ പോവും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോളൂ, നേരം വൈകിക്കേണ്ട നിധിയോട് പറയാൻ കേട്ടോ. അപ്പം നിധി പറയാണ്, ഞാൻ ആരുടെയും കാല് പിടിച്ച് പറയാനല്ല വന്നിരിക്കുന്നത്, ഞാൻ നല്ലപോലെ നിങ്ങളോട് പറയുന്നു, ആ ഭൂമി എനിക്ക് തിരികെ തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അത് കേട്ടോടെ ഒരിക്കലും ഞാൻ തരില്ല എന്ന് പറഞ്ഞതാണ്. ഇതെൻ്റെ വാശിയാണ്. ആ ഭൂമി വാങ്ങിയിട്ടൊന്നും എനിക്ക് വലിയൊരു കാര്യമൊന്നുമില്ല. ഏതൊരു മുക്കിൽ കിടക്കുന്ന ഒരു ഭൂമിയാണ്, അതുകൊണ്ട് ഒരു ഉപയോഗവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനത് വിട്ട് തരണമെങ്കിൽ എനിക്ക് തരാം. പക്ഷേ എന്നോടുള്ള വാശി കൊണ്ടും വസുന്ധരയ്ക്ക് വിജയിക്കുക എന്നുള്ളതും എനിക്ക് വിജയിക്കുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് ഞാനത് വാങ്ങുന്നത്. അത് വാങ്ങിയിട്ട് വല്ല വൃത്തികെട്ട പ്രവർത്തികൾ ഞാനതിൽ ചെയ്താലും നിനക്ക് ആ ഭൂമി തരില്ല എന്ന് പറയാം കേട്ടോ. അപ്പം നിധി ചോദിക്കാനോ, അത് ഉറപ്പാണോ? എന്നാൽ നിങ്ങളെക്കൊണ്ട് തന്നെ ഞാൻ ആ ഭൂമി എൻ്റെ പേരിൽ എഴുതിപ്പിക്കും എന്ന് പറയാം കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ഓഹോ അത്രക്കായോ എന്ന് എനിക്കത് കണ്ടിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് CKC അവിടെ നിന്ന് പോകുമ്പോൾ ഒന്നവിടെ നിന്നേന്ന് പറയാൻ കേട്ടോ. അതിനുള്ള വഴി ഞാൻ പറയട്ടെ, നിർമ്മല എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന CKC ആകെ അടിമുടി ഒന്ന് വിറച്ചു കേട്ടോ. തൻ്റെ ദേഹത്തൂടെ എന്തോ ഒരു സ്പാർക്കിങ് സംഭവിച്ചതുപോലെ, ഒരു ഷോക്കേറ്റതുപോലെ ആ നിൽപ്പ് നിൽക്കുകയാണ് കേട്ടോ. എന്താ നിർമ്മല എന്ന് പറയുന്ന സ്ത്രീയെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? നിർമ്മല എന്ന സ്ത്രീയെ ഞാൻ കൊണ്ടുവരുമെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോട് കൂടി നിർമ്മലയോ? ഇത് നിർമ്മല നിങ്ങളറിയാത്ത നിർമ്മലയൊന്നല്ല. നിങ്ങളൊരു പെണ്ണിനെ സ്നേഹിച്ച് അവൾക്കൊരു വയറ്റിൽ കുഞ്ഞു ഉണ്ടാക്കി കൊടുത്ത് അവളോട് റെയിൽവേ ട്രാക്കിൽ പോയി ചാവാൻ പറഞ്ഞ ആ നിർമ്മലയെ നിങ്ങൾ ഓർക്കുന്നോ? നിങ്ങളത് മറന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ഈശ്വര, ഇവൾ ഇത്രയും കഴിഞ്ഞ കഥകൾ ഇവൾക്ക് എങ്ങനെ അറിഞ്ഞു എന്നുള്ള ആ ഭാവത്തിൽ എൻ്റെ കഥ നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി നിധി പറയണം, നിർമ്മല ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ എനിക്ക് ആ ഭൂമി തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സൗഭാഗ്യങ്ങളുണ്ടല്ലോ, ജ്യോതിർമയി എന്ന് പറയുന്ന ആ സൗഭാഗ്യം, അതങ്ങ് ഞാൻ തീർക്കും. അതോടുകൂടി നിങ്ങൾ ഈ ഒരു ഇതിന് വിരാമം വിട്ടോളും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ CKC അയ്യോ അരുത് എന്ന് പറയാം കേട്ടോ. അതെ, നിങ്ങളുടെ ഭാര്യ നിർമ്മല നിങ്ങളുടെ ഭാര്യ ആവാൻ പോകുന്നവളാണല്ലോ. എന്നാൽ ജ്യോതിർമയി ഉണ്ടല്ലോ, ജ്യോതിർമയോട് എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറയുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജീവിതം എന്തായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ജ്യോതിർമയുടെ ആ ഒരു തോക്കിന് മുന്നിൽ നിങ്ങളങ്ങ് തീരുമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന CKC പറയണ, അയ്യോ അരുത്, ഒരിക്കലും നീ ചെയ്യരുത്. നിർമ്മല എവിടെ? അവളെ എനിക്ക് വിട്ടു തരുമെന്ന് പറയണേ. എന്തിനാ? കൊല്ലാനാണെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറയാം കേട്ടോ. ഈ സമയം നിധി പറയണേ, എന്താ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുന്ന പ്രതീക്ഷയോടുകൂടി വന്ന നിങ്ങളെന്താ എനിക്ക് മുന്നിൽ കാല് പിടിക്കുകയാണോ? അത് കേട്ട ഉടനെ CKC പറയണേ, അതെ അരുത്. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ആ ഭൂമി എൻ്റെ പേരിലായിരിക്കണം. ആ വസ്തു എനിക്ക് കിട്ടാനാണെങ്കിൽ അതെനിക്ക് തന്നെ. എനിക്കവിടെ ഒരു അനാഥ മന്ദിരം തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിച്ചതെങ്കിൽ അതവിടെ തുടങ്ങിയിരിക്കും. അതിന് വഴി തടസ്സമായി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം എന്നേക്കുമായി ഞാൻ തകർക്കുമെന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന CKCക്ക് പിന്നെ ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു ചെട്ടിയാർ ഇയാളും അവിടെ നിൽക്കുന്നുണ്ടല്ലോ, ഭൂമി കൊടുക്കുന്ന ആളും അതുപോലെ വസുന്ധരയും നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ വസുന്ധര നിധിയോട് പറയണേ, എന്താ നീ കാല് പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. CKC അത് വിട്ടു തരില്ല. ഞാനും CKC നിന്നെ തോൽപ്പിക്കാൻ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരിക്കലും നിനക്കത് വിട്ടു തരില്ല എന്ന് പറയാം കേട്ടോ. അപ്പം നിധി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കണം കേട്ടോ. എന്നിട്ട് എന്താ കാല് പിടിച്ച് നടന്നില്ലല്ലേ, എന്നാൽ നീ കിട്ടില്ല എന്ന് പറയുമ്പോൾ നിധി പറയണം, ഞാൻ ആ ഭൂമിക്ക് കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈച്ച പോലും അതിൽ കടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് തരില്ല, അത് എനിക്കുള്ള ഭൂമിയാണെന്ന് പറയുമ്പോൾ CKC അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയം അവിടെ PR വന്ന് വിളിക്കുകയാണ്, എന്തായാലും രജിസ്റ്ററിൻ്റെ സമയം എല്ലാവരും കയറി വരുമെന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഗൗതം വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കക്ഷി ഇയാളാണെന്ന് പറയുന്നുണ്ട്, അയാളുടെ പേര് പറയുന്നുണ്ടല്ലോ, അങ്ങനെ അയാളാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം അയാൾ വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ഭൂമി ഇയാൾക്ക് എഴുതി കൊടുക്കല്ലേ CKCക്ക്? അതെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയം തനിക്ക് തൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അയാൾ അത് പറയുന്നത്. അപ്പോൾ ആദ്യം ടോക്കൺ എടുത്തിരിക്കുന്ന CKC അല്ല, അതെ CKC. എന്നാൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ആദ്യം ഒപ്പിടുക, ഭൂമി കൊടുക്കുന്നവൻ ഒപ്പിടുക എന്ന് പറയണേ. അങ്ങനെ അയാൾ ഒപ്പിട്ട് ഇയാളുടെ പേരിലാക്കി കൊടുക്കണം. അപ്പോൾ ആ സമയം CKC ഒപ്പിടാൻ പറയുമ്പോൾ CKC പേന എടുക്കുന്നു. ഇത് കണ്ടിട്ട് ഇങ്ങനെ
വസുന്ധര ഇങ്ങനെ നിധിയെ നോക്കി നിൽക്കുമ്പോൾ നിധിയുടെ മുഖത്ത് ഒരു ലെവലും ഇല്ല കേട്ടോ. അത് തനിക്ക് നഷ്ടപ്പെടുന്ന ആ ഒരു ഇതില്ല. ഇപ്പം എങ്ങനെയുണ്ടടി എന്നുള്ള ആംഗ്യ ഭാഷയിൽ നോക്കുമ്പോൾ ഉടൻ തന്നെ നിധി പുഞ്ചിരിയോട് കൂടി നോക്കുമ്പോൾ CKC കാണാൻ പേനായിട്ട് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. ഈ ഭൂമി എനിക്ക് വേണ്ട എന്ന് പറയട്ടെ. അത് കേൾക്കുന്നതിനോട് കൂടി എന്താ നിങ്ങൾക്ക് ഈ ഭൂമി വേണ്ടാത്ത എന്ന് അവിടെ രജിസ്ട്രാർ ചോദിക്കുകയാണ്. അല്ല എനിക്കിത് വേണ്ട, കാരണം പറയടോ, താൻ ആളെ ഇങ്ങനെ കബളിപ്പിക്കുകയാണ്, ഈ അവസാന നിമിഷം തനിക്ക് ഈ ഭൂമി വേണ്ട. അപ്പോൾ ഇയാളും ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. ഒരിക്കലും ഇവൻ്റെ കയ്യിലോട്ട് എൻ്റെ ഭൂമി കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള ലെവലിൽ അയാളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അയാളൊരു ചെറിയ പുഞ്ചിരിയോട് കൂടി നിൽക്കുമ്പോൾ ഗൗതമും ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താ ഇപ്പോൾ എൻ്റെ നിധി ചെയ്തതെന്നുള്ള ലെവലിൽ. അപ്പോൾ CKC പറയണേ എനിക്ക് ഈ ഭൂമി വേണ്ട, എനിക്ക് ഈ ഭൂമി വേണ്ട എന്ന് പറയട്ടെ. അത് കേൾക്കുന്നതിനോട് കൂടി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമി വേണ്ട അത് പറ എന്ന് അവിടെ രജിസ്ട്രാർ പറയുമ്പോൾ വാസ്തുവിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ആ ഭൂമിക്ക് എന്തോ വാസ്തു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് താങ്കൾ ഈ പറയുന്നത്? ഒരു വാസ്തുവിൻ്റെ. അപ്പോഴേക്കും വസുന്ധര വന്ന് ചോദിക്കുക, CKC നിങ്ങൾ എന്തേ കാണിക്കുന്ന? ഈ അവസാന നിമിഷം നിങ്ങൾ എന്നെ തോൽപ്പിക്കില്ലേ, നിങ്ങൾ എഴുതല്ലേ, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൗതം പറയണേ എൻ്റെ ഭാര്യയുടെ പേരിൽ ഈ ഭൂമി ആവുന്നത് നിങ്ങൾ കണ്ടു നിൽക്കണമെന്ന് CKCയോട് ആവശ്യപ്പെടുമ്പോൾ CKCക്ക് അവിടെ എതിർക്കാനും കഴിയില്ല. അങ്ങനെ CKC അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിധിയുടെ പേരിൽ നിധി തന്നെ ആ ഭൂമി തൻ്റെ പേരിൽ ആവുകയാണ് കേട്ടോ. അങ്ങനെ നിധി അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും CKC ഓട്ടം. CKCക്ക് സഹിക്കാൻ കഴിയുന്നില്ല. തലക്ക് ഭ്രാന്ത് പിടിക്കുക. തൻ്റെ തല തനക്ക് തന്നെ പൊട്ടിച്ച് കളയാൻ തോന്നുകയാണ്. ആ സമയം വസുന്ധര കയറി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ CKC നിനക്ക് പറ്റിയത്? നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങളെ അവൾ എന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ? എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് പോലെ നിങ്ങളെ അവൾ എന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടോ? പറയൂ. ഇപ്പോൾ ഞാനല്ല അവളുടെ മുന്നിൽ തോറ്റത്. ഞാൻ തോറ്റില്ലേ? നിങ്ങൾ കാരണം ഞാൻ എല്ലായിടത്തും തോൽക്കല്ലേ ചെയ്തത്. നിങ്ങളെ ഞാൻ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഇതിന് നിന്നത്. അപ്പോൾ ഈ വാക്കുകൾ അന്ന് നിർമ്മല പറഞ്ഞതുപോലത്തെ വാക്കുകളാവുകയാണ് കേട്ടോ. നിങ്ങളെ ഞാൻ വിശ്വസിച്ചിട്ടല്ലേ എൻ്റെ ജീവനും ജീവിതമൊക്കെ ഞാൻ എൻ്റെ മുന്നിലോട്ട് നിങ്ങൾക്ക് തന്നത്. എൻ്റെ ശരീരം പോലും നിങ്ങൾക്ക് തന്നിട്ട് ഈ അവസാന നിമിഷം നിങ്ങൾ എന്നെ ചതിക്കുകയാണോ എന്ന് നിർമ്മല പറയണമല്ലോ. ആ വാക്ക് ഇങ്ങനെ നിർമ്മല പറയുന്നത് പോലെ വസുന്ധര പറയുന്നത് പോലെ തോന്നട്ടെ. അപ്പോൾ ഉടൻ തന്നെ പ്ലീസ് നിധി, നീ ഒന്നും പറയില്ല, ആരോടും പറയില്ലേ, ഞാൻ നിനക്ക് ഭൂമി തന്നു എന്ന് കൈകൂപ്പിയും കൊണ്ട് നിധി ആണെന്ന് കരുതി വസുന്ധരയുടെ മുന്നിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക. നീ ഒന്നും പറയല്ലേ, ഞാൻ നിനക്ക് ആ ഭൂമി വിട്ടുതരാം, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല, പ്ലീസ് ഞാൻ തരാമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധര ചോദിക്കുക, CKC തനിക്ക് എന്താണ് പറ്റിയത്? താൻ എന്തിനാണ് എൻ്റെ മുന്നിൽ യാചിക്കുന്നത്? താൻ എന്തിനാണ് എൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത്? അപ്പോൾ തന്നെ CKC ആ ഒരു കഴിഞ്ഞ കാലത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തോട്ട് വരികയാണ്. അപ്പോൾ CKC പറയണേ, അത് പിന്നെ ഞാനൊരു കഴിഞ്ഞ കഥ ഓർത്തതാണ്, അല്ല അതൊന്നുമല്ല. എന്താണ് കഴിഞ്ഞ കഥ? നിന്നെ എന്തോ പറഞ്ഞ് അവൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. എന്നെ ആരും ഒന്നും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് പോലെ നിന്നെ എന്തോ കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട് CKC. അതെന്താണെങ്കിലും എന്നോട് തുറന്ന് പറ, അതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കിത്തരാം. ഞാനില്ല ഇപ്പോൾ തോറ്റത്. അയ്യോ എനിക്കൊന്നും കേൾക്കണ്ടായോ. അപ്പോൾ ഈ പറയുന്ന വാക്കുകളെല്ലാം ഈ നിർമ്മല പറയുന്നത് പോലെയാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ അവിടുന്ന് തൻ്റെ ചെവിയും എടുത്ത് ഓടിടാൻ അയ്യോ എനിക്ക് കേൾക്കണ്ടായോ, എനിക്ക് വേണ്ടായോ എന്ന് പറഞ്ഞിട്ട് CKC ഓടുമ്പോൾ വസുന്ധരയുടെ മുന്നിലോട്ട് നിധി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല കിടുക്കൻ സീനാണ് ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്.